ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആവാറായി. അപ്പം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു സോളോ ഡേറ്റിന് പോയാലോ എന്ന്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലത്ത് നിന്നപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. കാരണം റൂമിലിരുന്നിരുന്നിരുന്ന് ബോറടിച്ച് ഞാനൊരുമാതിരി നെഗറ്റീവോടി ആയിപ്പോയി. നെഗറ്റീവോടി. അപ്പം അതൊന്നൊന്ന് മാറി ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാനും കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് അവന് കുറച്ച് തിരക്കായി പോയതിൻ്റെ കാരണത്താൽ ഞാൻ ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് ചെലവഴിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. മഞ്ഞ ഷൂസ്, പാൻ്റെ പച്ച ഉടുപ്പ്, പിന്നെ തലയിലെ കുറെ പോക്കി സ്ലൈഡൊക്കെ കുത്തി ഹെയർ സ്റ്റൈൽ ഇതാണ്. ഒരു പോണിറ്റെയിലൊക്കെ കെട്ടി എത്രയാണ് എൻ്റെ ഗെറ്റ് റെഡി ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങാൻ പോവാണ്. ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഈസ്റ്റ് ഫോർട്ട് വരെ ഒന്ന് പോകണം, ഒരാവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പാളയത്തേക്ക് ഇറങ്ങി കുടുംബക്കാരെയൊക്കെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പണ്ട് ഒരു സമയത്തെ ഒരു ആസ്ഥാന സ്പോട്ടായിരുന്ന കനകക്കുന്ന് കൊട്ടാരം അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് സ്പോട്ടുകളിൽ പോയിരുന്ന് കുറച്ച് അയവെട്ടണം, അതായത് അയവിറക്കണം എന്നൊക്കെ ഉണ്ട്. പഴയ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഒക്കെ, ഫോട്ടോഷൂട്ടിന് പോകുന്നതും അത് ലൈക്ക് ടിക്ടോക്കിന്റെ ഒക്കെ ഗെറ്റ് ടുഗദേഴ്സ്, മീറ്റപ്സ്, ഇങ്ങനത്തെ ഒക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ അവിടെ ആയിരുന്നല്ലോ ഒരു ടൈമിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മെമ്മറീസ് ഒക്കെ ഒന്ന് അയവിറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡേ ഫോർ മീ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളവരെയൊക്കെ കാണാൻ സാധിച്ചാൽ അതും സന്തോഷം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഫൈനലി ഞാൻ എന്റെ കുടുംബത്തിലേക്ക് ചേക്കേറുകയാണ് ഗൈസ്. കുറെ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടു. പഴയ ആൾക്കാരെ കുറെ പേരെ കാണാനില്ലായിരുന്നു. കുറെ കിളികളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊന്നും കാണാനില്ല. കരടി, കുറെ കൊക്ക്, അത് ഇത് കുറെ സ്ഥലങ്ങളുണ്ട്. ഏതാണ്ടൊക്കെയോ കണ്ടു. കറങ്ങിച്ചിറങ്ങി ഞാനിങ്ങനെ നടക്കുന്നു. തിന്നാ ക്ഷീണം തെണ്ടിക്കുണ്ടെന്ന് പറഞ്ഞ പോലെ തിന്ന് ക്ഷീണിച്ച് മാണ്ട് കിടക്കുന്ന കടുവത്തണ്ടിയെ കണ്ടോ? വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ടക്കുടു മുത്തേ, സോസൊക്കെ വലിച്ചിടന്ന് ഉറങ്ങുക. സുഖ ജീവിതം. 2017 മുതൽ 2023 സ്റ്റാർട്ടിങ് വരെ ഒരുപാട് മെമ്മറീസ് ഒക്കെ എനിക്ക് തന്നിട്ടുള്ള, എന്റെ ലൈഫിലെ കുറെ നല്ലതും ബാഡും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള, കുറെ അച്ചീവ്മെന്റ്സും എന്റെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്റെ എവർഗ്രീൻ മെമ്മറീസ്, മെമ്മറബിൾ സ്പേസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ ടെക്കിനോ പാർക്ക്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒന്നും ഇതുവരെ വന്നില്ല, നോക്കട്ടെ. എന്തൊക്കെ സുഖജീവിതം എല്ലാം അറിയണോ? സമയം, ആഹാരം, വെള്ളം, റെസ്റ്റ്. കാട്ടിലെ രാജാവാണ്. കിടക്കുന്നുണ്ടോ ഒരു എല്ലും കഷ്ണം കിടക്കുന്നുണ്ടോ അവിടെ? ആരുടെ കയ്യും കാലും ഒക്കെ ആണോ എന്തോ ദൈവമേ. തിന്ന് ക്ഷീണിച്ച് മത്തടിച്ച് കിടക്കുക കാറ്റും കൊണ്ട്. പിന്നെ ആരാധകർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്ത് വേണം? ഇതൊക്കെയാണ് ജീവിതം. കണ്ടുപഠിക്കൂ. ബട്ടർഫ്ലൈ പാർക്ക്. ഇവിടെ കുറെ നൊസ്റ്റാൾജിക് ചെടികളൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. എന്റെ ഈ കുഞ്ഞു വയലറ്റ് പൂവുള്ള ചെടി കണ്ടോ? ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഇഷ്ടമുള്ള ചെടിയും പൂവൊക്കെ ആയിരുന്നു കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം വെൻ ഐ വാസ് എ കിഡ്. ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട്. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി. വടക്കൻ ബ്രസീൽ, ഗയാന ഭാഗങ്ങൾ കാണപ്പെടുന്നു. മുതലാളി ക്ലിയർ ആവത്തില്ല, അതുകൊണ്ടുള്ള കിടക്കുന്ന. ഗൈസ്, ഒരു ലോഡ് മുള്ളംപന്നികൾ. മയില്, ഒട്ടകപ്പക്ഷി എല്ലാം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നാഗമാണിക്യം എടുക്കാൻ പോവുകയാണ് ഗൈസ്. നാഗമാണിക്യം വരും ഗൈസ്. 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിക് ഐറ്റമാണ്, പ്രത്യേകിച്ച് ഗേൾസിന്. എന്നെപ്പോലെ ഇതുപോലെ നീണ്ട നഖങ്ങൾ വളർത്താൻ അന്ന് അറിയാതിരുന്ന കാലത്ത് യക്ഷി നഖമെന്നും പറഞ്ഞുകൊണ്ട് ഈ സോനോഗ്രാഫി എടുത്ത്
അന്ന് നെയിൽ പോളിഷ് ഒന്നും അത്ര പ്രസിദ്ധമല്ല, മൈലാഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ സുനിയൊക്കെ എടുത്ത് ഇങ്ങനെ നഖത്തിലൊട്ടിച്ചിട്ട് യക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ യക്ഷി കളിച്ചിട്ടുണ്ട് കുട്ടിയായിരുന്ന സമയത്തൊക്കെ, നമ്മൾ നഴ്സറിയിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ ഈ മരങ്ങളൊക്കെ അന്യം നിന്ന് പോയെന്ന് തോന്നുന്നു, കാണാൻ പോലും ഇല്ല. ഇങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത കുളിർമ. എന്ത് മനോഹരമായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ബാല്യം. ഗായ്സ്, പാവം ഒറ്റപ്പെട്ട ഒരു ചേര തനിമയിൽ ചാടി ഞാൻ എടുക്കും പോണതായി പോയി. എന്നിട്ട് വേണം എന്നെ എവിടെ പിടിച്ച് ജയിലിലാക്കാൻ. അതെന്തോ കിടന്ന് തേടുന്ന ഒറ്റയ്ക്ക്, പാവം. ഇതാണ് ഓസ്ട്രിച്ച്, ഒട്ടകപ്പസി. പുറത്തെന്തോ ഉജാല ഇട്ടേക്കുന്ന, കളറൊക്കെ അടിച്ച് ഫ്രീക്കനാന്ന് കേട്ടോ.